ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ. മെയ് 25 മുതൽ ജൂൺ 30 വരെ നിങ്ങൾക്ക് നേടാം സെലക്ടഡ് ഐറ്റംസിൽ 70% വരെ ഡിസ്കൗണ്ട്. 1 BHK 2 BHK വീടുകൾക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും 74,999 രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരുക്കി. മറക്കണ്ട, ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ തലയുയർത്തി നിൽക്കുകയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളക്കല അക്കാദമി. കൊണ്ടോട്ടിയിൽ ഈ സ്മാരകം യാഥാർത്ഥ്യമായിട്ട് ജൂൺ 13-ന് 25 വർഷം. സ്മാരകം പിന്നീട് അക്കാദമിയായി ഉയർന്നു. ഇന്ന് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കല അക്കാദമി. 1994 ഡിസംബർ 24-ന് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ശിലാസ്ഥാപനം നിർവഹിച്ച മോയിൻകുട്ടി വൈദ്യർ സ്മാരകം 1999 ജൂൺ 13-ന് അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നായനാറാണ് ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങൾക്കു ശേഷം മാപ്പിളക്കല അക്കാദമിയായി ഉയർത്തി. 2013 ഫെബ്രുവരി 9-ന് മന്ത്രി KC ജോസഫ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ പഠന കേന്ദ്രം കൂടിയായ അറബി മലയാളം റിസർച്ച് ലൈബ്രറി, മലബാർ സമര ഫോട്ടോ ഗ്യാലറി, കൊണ്ടോട്ടി നേർച്ച ഫോട്ടോ ഗ്യാലറി, പുരാരേഖ മ്യൂസിയം, ടി എ റസാഖ് വിഷ്വൽ തിയേറ്റർ, മ്യൂസിക്കൽ ആർക്കൈവ്സ്, ഓഡിറ്റോറിയം, പുസ്തക വിൽപ്പനശാല, മാപ്പിള കലകളുടെ പരിശീലനം, മാനവീയം വേദി, ഓപ്പൺ സ്റ്റേജ് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അക്കാദമിയിലുണ്ട്. അതേസമയം ഇന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്മാരകം. മറ്റ് അക്കാദമികൾക്ക് നൽകുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ദേശീയപാതയോരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ സാംസ്കാരിക സമുച്ചയം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കലാമേഖലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികളാണ് അക്കാദമി അധികൃതർ ആസൂത്രണം ചെയ്യുന്നത്. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.